മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടും നമ്മുടെ സതീശന് ഒരു മാറ്റം ഇല്ലല്ലേ? പ്രത്യേകിച്ച് ഈ നുണ പറയുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ മേൽക്കൈ നേടാൻ പറയുന്ന ചെറിയ കളവുകളൊക്കെ ജനം പുറത്തു കൊടുക്കും. അതിന്റെ ആനുകൂല്യം നല്ല നിലയിൽ അനുഭവിക്കുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്ത ആളാണ് സതീശൻ. പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ ആവുമ്പോൾ ആരായാലും ആ സ്ഥാനത്തിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കുമെന്നല്ലേ ആരും പ്രതീക്ഷിക്കുക? എന്നാൽ സതീശന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയേ വരും. വാർത്താ സമ്മേളനത്തിൽ മാത്രം സതീശൻ പറഞ്ഞ 1-2 കള്ളങ്ങൾ പറയാം. 100 ദിവസത്തെ പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CS-ന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഒരു ഓപ്പൺ പോർട്ടൽ, അതായത് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും പരിശോധിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഓപ്പൺ പോർട്ടൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് ചെയ്യുന്നത്. ഓക്കെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് രാജ്യത്ത് ആദ്യമായാണ് എന്ന വാദം ഒന്നാം തരം നുണയാണ്. 100 ദിന കർമ്മ പരിപാടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് പൊതുജനങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ ഓപ്പൺ പോർട്ടലും ഉണ്ടായിരുന്നു. അതായത് താങ്കൾ രാജ്യത്ത് ആദ്യമായി തുടങ്ങിയ പോർട്ടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ സംഭാവനയാണ്. ഇനി കഴിഞ്ഞ സർക്കാർ തുടങ്ങിയതല്ല ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാരിന്റെ അതേ പോർട്ടൽ തന്നെയാണ് താങ്കളുടെ സർക്കാരും ഉപയോഗിക്കുന്നത്. താങ്കൾക്ക് ഇനിയും സംശയം നീങ്ങുന്നില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2024 ജൂലൈ 16 100 ദിന കർമ്മ പരിപാടിയെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. ഇതിൽ നൽകിയിട്ടുള്ള അതേ പോർട്ടൽ അഡ്രസ് തന്നെയാണ് താങ്കൾ ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ച പോർട്ടൽ. താങ്കൾക്ക് ഇതൊക്കെ മനോരമയോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു. കാരണം അവർ ഈ പോർട്ടലിനെ കുറിച്ച് അന്ന് കുറച്ചൊന്നുമല്ല വ്യാജ വാർത്തകൾ നൽകിയിരുന്നത്. തന്നെ വൻ ലോക്കാക്കിയ ഒരു പ്രശ്നത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പെരുന്നുണ. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? അദാനി വിഴിഞ്ഞം പോർട്ടിനെ MSCക്ക് വിൽക്കാൻ തീരുമാനിച്ച വാർത്ത ദേശാഭിമാനിയിൽ മാത്രമാണ് വന്നതെന്നാണ്. മറ്റൊരു മാധ്യമത്തിലും വാർത്ത ഉണ്ടായില്ല എന്ന്. അപ്പൊ പിന്നെ ഇതെന്താണ് സതീശൻ? ഇത് 3-ാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ്. അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ എന്നാണ് ഹെഡിങ്. ഇനി അതിനു മുൻപ് 1-ാം തീയതി എക്കണോമിക് ടൈംസിൽ വന്ന വാർത്ത നോക്കാം. ഇതിൽ വിശദമായി തന്നെ അദാനിയുടെ ഓഹരി വിൽപ്പനയെ കുറിച്ച് പറയുന്നുണ്ട്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനല്ല, മറിച്ച് നുണകൾ കൊണ്ട് ഓട്ടയടയ്ക്കാനാണ് സതീശന്റെ പരിപാടി. അതിന് എന്ത് നുണയും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. ഏതായാലും മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾക്ക് അർഹിച്ച ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? അനുഭവിക്കുക തന്നെ.